കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പിയുടെ പുനഃസംഘടന നടന്നത്. നമുക്കറിയാം കേരളത്തിൽ നിന്ന് കെ. സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറി ആക്കിയിരുന്നു. അതേസമയം തന്നെ സ്മൃതി ഇറാനി ദേശീയ ജനറൽ സെക്രട്ടറി ആവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ പുനഃസംഘടനയിൽ വലിയ മാറ്റങ്ങളുണ്ടായപ്പോൾ അതിൽ സ്ഥാനം തെറിച്ചൊരാളുണ്ട്. അത് ബി.ജെ.പിയുടെ ഐ.ടി സെല്ലിൻ്റെ ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ കൺവീനറായ അമിത് മാളവിയാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് അദ്ദേഹമായിരുന്നു ബി.ജെ.പിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിരുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗാണ്ടകൾ തയ്യാറാക്കിയിരുന്നത്. അമിത് മാളവിക്ക് പകരം ഇപ്പോൾ ജാർഖണ്ഡ് സ്വദേശിയായ നിലവിലുള്ള ദീപക് മസ്കേനെയാണ് പുതിയ സോഷ്യൽ മീഡിയ കൺവീനറായിട്ട് ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത്. അമിത് മാളവിയെ ഒഴിവാക്കുന്നത് ഇപ്പോൾ 2027 നമുക്കറിയാം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടക്കം മുന്നിലുണ്ട്. ഇങ്ങനെ വലിയ തെരഞ്ഞെടുപ്പുകൾ വരാൻ നിൽക്കുമ്പോൾ ബി.ജെ.പി എന്തുകൊണ്ടാണ് അമിത് മാളവിയെ ഒഴിവാക്കിയിട്ട് മറ്റൊരു തരത്തിൽ പാർട്ടിയിൽ സജീവമായി അവിടെ ഉണ്ടായിരുന്ന ദീപക് മസ്കയെ കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നുണ്ട്. ബി.ജെ.പിൻ്റെ അകത്ത് നിന്നുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, കലഹങ്ങളുണ്ടോ, അതോ സമീപകാലത്ത് CJP സമരത്തിലടക്കം കണ്ടിരുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തങ്ങളുടെ വരുതിയിൽ നിൽക്കുന്നില്ല എന്ന് ബി.ജെ.പിക്ക് മനസ്സിലാകുന്നതിൻ്റെ ഒരു തുടക്കം കൂടിയിട്ടാണോ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് അവരെ തയ്യാറാക്കിയിരിക്കുന്നത്? ഈ വിഷയമാണ്. അജിംസ്, അമിത് മാളവിയ കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ കൺവീനറായിരുന്നു. അദ്ദേഹത്തിന് പല സമയങ്ങളിൽ ഇത്തരം വിവാദങ്ങളിൽ പെട്ടിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ അമിത് മാളവിയനെ പൊടുന്നതിനെ മാറ്റുന്നു, പകരം പുതിയൊരാളെ അവർ കൊണ്ടുവരുന്നു. അമിത് മാളവിയാണെങ്കിൽ ഉത്തർപ്രദേശുകാരൻ കൂടിയിട്ടാണ്. പക്ഷേ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പാണ് അടുത്ത് വരാനിരിക്കുന്നത് കൂടിയിട്ട്. ഈ നീക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ രൂപപ്പെടുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് വലിയ തോതിലുള്ള പങ്കുണ്ട്. അതുപോലെ മോദി സർക്കാർ 3 വട്ടം തുടർച്ചയായിട്ട് ജയിച്ച് അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാരിനെ രൂപപ്പെടുന്നതിലും സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയ കാലത്തുണ്ടായ ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് ഈ മോദി സർക്കാർ എന്ന് പറയുന്നതും ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് രൂപപ്പെടുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള പങ്ക് BJP നന്നായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മറ്റ് പാർട്ടികളൊക്കെ വളരെ വൈകിയാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുന്നത് തന്നെ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് അറിയാം? 5-6 വർഷമായിട്ടുള്ളൂ. 6-7 വർഷമായിട്ടുള്ളൂ. 2019 ശേഷമാണ് അവർ ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ട്വീറ്റൊക്കെ ഇംഗ്ലീഷിലായിരുന്നു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇംഗ്ലീഷിൽ ട്വീറ്റ് ചെയ്ത് ഇന്ത്യക്കാർ വായിക്കാറില്ല. കുറച്ച് അർബൻ, അതായത് നഗരവാസികളായ ഇന്ത്യക്കാർ മാത്രമേ ട്വീറ്റ് വായിക്കൂ. ആ മെസ്സേജ് ജനങ്ങളിലേക്ക് ചെല്ലില്ല എന്ന് മനസ്സിലായി അവർ ഹിന്ദിയിൽ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ മറ്റ് പാർട്ടികൾ മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് ബഹുദൂരം മുന്നോട്ട് പോയൊരു പാർട്ടിയായിരുന്നു BJP. അവർക്ക് BJP IT സെൽ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ഓർഗനൈസേഷൻ. അതിൽ പെയ്ഡായിട്ടുള്ള പണം കൊടുത്ത് ഒരു ട്വീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് പണം കൊടുത്ത ആളെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള വലിയൊരു വിങ് അവർക്കുണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് അമിത്ഷാ ഒരിക്കൽ രാജസ്ഥാനിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, മുലായം സിംഗ് യാദവിനെ അഖിലേഷ് യാദവ് തല്ലി എന്ന പച്ചക്കള്ളം നമ്മൾ അടിച്ചു വിട്ടു, രാജ്യം മുഴുവൻ വിശ്വസിച്ചു. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്ക് നമുക്കുണ്ട് എന്നാണ് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ BJP നേരിടുന്ന പ്രതിസന്ധിയും ഇതേ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടാണ്. കാരണം അവർ രാജ്യത്ത് സൃഷ്ടിച്ചു വന്നൊരു നറേറ്റീവ്, അവർ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു എന്നവർ വിശ്വസിച്ചിരുന്നു. ജനം മുഴുവൻ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു, മറ്റുള്ളവർ വെറുക്കാൻ പറയുമ്പോൾ ജനങ്ങൾ വെറുക്കുന്നു. അപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് രാജ്യം തുള്ളുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കാം, ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ നിയമങ്ങളും ചട്ടങ്ങളും മാറ്റിക്കൊണ്ട് എങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ വരുതിയിലാക്കാം. ട്വിറ്ററും കേന്ദ്ര സർക്കാരും തമ്മിലുണ്ടായ ഒരു പോരാട്ടം നമുക്കറിയാം, നിയമ പോരാട്ടം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, 2022 എല്ലാ ചട്ടങ്ങളും മാറ്റി എല്ലാവരും ഭരണകൂടത്തിന് കീഴടങ്ങുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായി മാറി. അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഫേസ്ബുക്ക്, പിന്നീട് മെറ്റ ഈ ഭരണകൂടത്തിൻ്റെ വിധേയത്വം സ്വീകരിച്ചിരുന്നു. ഇതെല്ലാം നമുക്കറിയാം. എതിർത്ത് നിന്ന് എല്ലാ പ്ലാറ്റ്ഫോമുകളെയും അവർ വരുതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ മെറ്റ ഇങ്ങനെ വരുതിയിലായിരിക്കെ, മെറ്റ തങ്ങളുടെ ഒരു കളിപ്പാട്ടമായിരിക്കെ. കാരണം കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് പോലും BJPക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒന്നാണ്. നമുക്കറിയാം എന്താണ് അങ്കി ശർമ്മ എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്കിൻ്റെ ഹെഡ്, ഇന്ത്യയിലെ ഹെഡ് BJP എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ സഹായിച്ചെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു ടൂളായി. ഇപ്പോൾ ED, CBI ഒക്കെ NDA ഘടകകക്ഷിയാണെന്ന് പറയുന്ന പോലെ ഫേസ്ബുക്കും മെറ്റയും ഒക്കെ NDAയുടെ ഘടകകക്ഷിയായിരിക്കുമ്പോഴാണ് മെറ്റയുടെ തന്നെ ഒരു ഉൽപ്പന്നമായ ഇൻസ്റ്റാഗ്രാം BJP ചതിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ 2019 ഈ പറയുന്ന ടിക്ടോക്ക് നിരോധിച്ചതിന് ശേഷം ഇൻസ്റ്റയെ പ്രോത്സാഹിപ്പിച്ചത് തന്നെ ഈ ഭരണകൂടമാണ്. അവർക്ക് ആ സാധ്യത ഉണ്ടായി കൊടുത്തത് ഈ ഭരണകൂടമാണ്. പക്ഷേ ഇൻസ്റ്റയിൽ വരുന്ന കണ്ടന്റുകളെല്ലാം എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകളാണ്. പിള്ളേർ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നോളൂ, റീൽ കണ്ടുകൊണ്ടിരുന്നോളൂ. ടിക്ടോക്കിൽ ചെയ്തതുപോലെ റീൽ ഉണ്ടാക്കി അവർ ജസ്റ്റോളും എന്ന് കരുതിയിരുന്നിടത്ത് കോവിഡിന് ശേഷം ഇൻസ്റ്റയുടെ സ്വഭാവം മാറി. കോവിഡിന് ശേഷം വരുന്നതെന്നാണ് ഇൻസ്റ്റയിലെ പൊളിറ്റിക്കൽ കണ്ടന്റുകളാണ്. ഈ പുതിയ തലമുറ ഇൻസ്റ്റയിൽ നിന്ന് പൊളിറ്റിക്സ് പഠിക്കുന്നു, അവർ ഭരണഘടനയെ പറ്റി പഠിക്കുന്നു, പൗരാവകാശങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, തുല്യതയെക്കുറിച്ച് പഠിക്കുന്നു, ബാബാ സാഹേബ് അംബേദ്കറെ പറ്റി പഠിക്കുന്നു. ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അമിത് മാളവിയ ചെയ്ത ഏറ്റവും വലിയ കുറ്റം. കാരണം അമിത് മാളവിയ ബാക്കി ട്വിറ്ററിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഈ വെറുപ്പും വിദ്വേഷവും ഫാൾസ് ഇൻഫർമേഷനും വിതച്ചുകൊണ്ടിരുന്ന് BJPക്ക് അനുകൂലമായ നറേറ്റീവുകൾ സൃഷ്ടിക്കുന്ന സമയത്ത് ഇൻസ്റ്റയെ അദ്ദേഹം മറന്നുപോയി. ഉറപ്പായിട്ടും ജന്തർ മന്തർ പ്രൊട്ടസ്റ്റിന് ശേഷം ആദ്യം പുറത്തു കളയുന്ന ഒരാൾ അമിത് മാളവിയ ആയത് അതുകൊണ്ടാണ്. അമിത് മാളവിയയ്ക്കാണ് അവിടെ തെറ്റുപറ്റിയത്, സ്ട്രാറ്റജി തെറ്റിപ്പോയത്. അദ്ദേഹത്തിൻ്റെ ആ തെറ്റിന് വില കൊടുക്കേണ്ടി വന്നത് സംഘപരിവാർ എക്കോസിസ്റ്റം മൊത്തമാണ്. കാരണം ഒരു ജനറേഷൻ മുഴുവനാണ്.
ഒന്നോ രണ്ടോ ആളുകളോ ഏതെങ്കിലും വിഭാഗം മനുഷ്യരോ ഏതെങ്കിലും സംസ്ഥാനത്തെ ആളുകളോ മാത്രമല്ല, ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവർ മാത്രമല്ല, ഇന്ത്യയിലെ ഒരു ജനറേഷൻ മുഴുവൻ മാറിപ്പോയി. ജനറേഷൻ മുഴുവൻ ഭരണഘടന പഠിക്കുന്നു. അങ്ങനെ പഠിക്കാൻ വിടാൻ പാടില്ലായിരുന്നു. ആ ഒരു മിസ്റ്റേക്കിനാണ് അമിത് മാളവ്യ എടുത്ത് പുറത്തു കളഞ്ഞിട്ടുള്ളത്. അല്ലാതെ അമിത് മാളവ്യ ബി ജെ പിക്ക് ചെയ്ത സേവനങ്ങൾ മറന്നുകൊണ്ടല്ല. കാരണം അമിത് മാളവ്യയെ പോലെ ബി ജെ പിക്ക് സേവനം നൽകിയിട്ടുള്ള മറ്റൊരു ബി ജെ പി പ്രവർത്തകനോ നേതാവോ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2019 പൗരത്വ പ്രക്ഷോഭകാലത്തെ ഈ അമിത് മാളവ്യയുടെ ട്വീറ്റുകൾ എടുത്ത് നോക്കുക. ആയിരക്കണക്കിന് വ്യാജ വീഡിയോകൾ, ആയിരക്കണക്കിന് വ്യാജ ഇൻഫർമേഷൻസ് അദ്ദേഹം ദിവസം മിനിറ്റുകൾ തോറും ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എവിടെയൊക്കെ പ്രചരിക്കുന്നുണ്ടാകുന്നുള്ള വേറെ കാര്യം. ഫാക്ട് ചെക്കേഴ്സിനെ സംബന്ധിച്ച് ഡബിൾ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. കാരണം ഇദ്ദേഹം പറയുന്നത് മൊത്തം പൊളിച്ചെടുക്കുക. ഇപ്പോൾ മുഹമ്മദ് സുബൈർ അതിനുവേണ്ടി തന്നെ ടച്ചിലിരിക്കുമായിരുന്നു ആ സമയത്ത് 2019. അപ്പോൾ അത്രമാത്രം ഫാൾസ് ഇൻഫർമേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അയാളെയാണ് അത് എല്ലാം ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടിയാണ്. അയാളാണ് എടുത്ത് പുറത്തു കളഞ്ഞിട്ടുള്ളത്. അത് അമിത് മാളവ്യ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത് ഒരു ജനറേഷനെ മുഴുവനായി അദ്ദേഹം അവഗണിച്ചു. അവരെ കാവ്യവൽക്കരിക്കാൻ പറ്റിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു വേണ്ടിയിരുന്നത്. എന്നിട്ട് ആ പുനഃസംഘടന, ഇപ്പോൾ സാധാരണ രീതിയിൽ ബി ജെ പിയുടെ പുനഃസംഘടന വരുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ, എസ്പെഷ്യലി ഗോദി മീഡിയ എന്താ പറയുക, വാട്ട് എ ലിസ്റ്റ്, അടിപൊളി, എക്സലൻറ്റ്, കമാൽ കർദിയ, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ആ ലിസ്റ്റിൽ കാണുന്നില്ല. ആരും അങ്ങനെ എക്സൈറ്റഡ് ആവുന്നില്ല. കാരണം അതിൽ പുതുതായിട്ട് ആരുമില്ല. ആകെ സ്മൃതി ഇറാനി വരുന്നുണ്ട്, റാമാധവ് തിരിച്ചു വരുന്നുണ്ട്, BL സന്തോഷ് തുടരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പേരുകളല്ലാതെ അറിയപ്പെടുന്ന ഒരു പേരുകൾ ആ ലിസ്റ്റിലില്ല. ഇനി പറയുന്ന ദീപക് മാസ്കെ, അദ്ദേഹം ഛത്തീസ്ഗഡിലെ ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്. അദ്ദേഹം ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു ഡാറ്റ അനലിസ്റ്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു പ്രവൃത്തി പരിചയത്തിലാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് അദ്ദേഹം എന്തെങ്കിലും മാജിക് ഉണ്ടാക്കുന്ന ആളെന്നുകൊണ്ടല്ല. നാളെ അദ്ദേഹം ജൻസിയെ പിടിക്കാൻ വേണ്ടി ഇൻസ്റ്റൊക്കെ കിടക്കും, അതൊന്നും ഓർത്തിട്ടല്ല. ഈ പണി അറിയാവുന്ന മറ്റൊരാൾ അമിത് മാളവ്യനെ തുടരാൻ അനുവദിക്കില്ല എന്നൊരൊറ്റ തീരുമാനം നമുക്ക് അതിന് മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹം കുറച്ചുകൂടി പ്രായമുള്ള ഒരു മനുഷ്യനാണ്, അമിത് മാളവ്യേക്കാൾ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള കോ കൺവീനേഴ്സായിട്ട് കുറേ ആൾക്കാരുണ്ട്. ഒരു അലോക് ഭട്ട്, ഒരു പ്രീതി ഗാന്ധി, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പേര് നിതിൻ നബീൻ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ലിസ്റ്റ് ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ പേരുകൾ വന്നപ്പോൾ ഇവരുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാരുടെ പേരുകളുണ്ട്. ഈ പേര് കണ്ടതോടി ഇവരെയൊക്കെ ആൾക്കാർക്ക് ഓർമ്മ വന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് ട്വിറ്ററിൽ വെറുപ്പും വിദ്വേഷവും. ഈ പ്രീതി ഗാന്ധി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഞാൻ ഗോഡ്സെ ആരാധികയാണ് പരസ്യമായി പറഞ്ഞ ആളാണ്. ഗാന്ധിയെ കൊന്നതിന് കുഴപ്പമൊന്നുമില്ല, ഗോഡ്സെ ആരാധിക പരസ്യമായിട്ട് ട്വീറ്റ് ചെയ്ത ആളാണ്. ഇവർ ഈ പേര് പ്രഖ്യാപിച്ചുകൊണ്ടെന്ന് ഇവർ ആദ്യം ചെയ്തത് ഇവരുടെ ട്വിറ്ററിൽ മുഴുവൻ കണ്ടന്റ് ഡിലീറ്റ് ചെയ്യണം. ആദ്യം ഇത് പ്രൈവറ്റാക്കി വയ്ക്കുന്നു, മൊത്തം ഡിലീറ്റ് ചെയ്യുന്നു. ഇനി പുതുതായി നിയോഗിക്കപ്പെട്ട ദീപക് മാസ്കയുടെ ട്വിറ്ററിൽ പോയി നോക്ക്. അദ്ദേഹം ഇന്നലെ ഇന്നും മാത്രമേ ട്വീറ്റ് ഇട്ടുള്ളൂ, വേറെ ഒരു ട്വീറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം അവരുടെ പൂർവ്വകാല ചരിത്രം ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കാൻ പറ്റാത്തത്ര മോശമായ കുറേ ആൾക്കാരാണ് അതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകൾ ഈ ടീം വെച്ചുകൊണ്ട് ഇനി ബി ജെ പി പുതിയ ജനറേഷനെ പിടിക്കും എന്ന് കരുതാൻ ഒരു ന്യായവുമില്ല. കാരണം ഇവർ ഈ പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ആൾക്കാരാണ്. അമിത് മാളവ്യയെ വളർത്തിയെടുത്ത വിഷജന്തുക്കളാണ് ഈ വരാൻ പോകുന്നത്. അവർക്ക് പുതുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അവർ ഇതുവരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനറേഷനോട് കൂടുതൽ വിഷം വിളമ്പാം എന്നല്ലാതെ ഈ യുവാക്കളെ കയ്യിലെടുക്കാനുള്ള ഒരു കോപ്പും ആ ലിസ്റ്റിലില്ല. യെസ്, നിഷാദ്, ഈ ദീപക് എന്ന് പറയുന്ന പുതുതായിട്ട് ചുമതല ഏൽപ്പിക്കുന്ന ആൾ, അദ്ദേഹം ഛത്തീസ്ഗഡിലെ BJPയുടെ വക്താവായിരുന്നു. അവിടുത്തെ കുറേ കൂടിയിട്ട് അമിത് മാളവ്യേക്കാൾ ഏജ് കൂടിയിട്ടുള്ളതാണ്. നിലവിൽ ഇൻസ്റ്റയിലെ ഒരു ഓഡിയൻസിൻ്റെ ഒരു പൾസൊക്കെ BJPയുടെ കയ്യിലില്ല. മോദി തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, കേന്ദ്രമന്ത്രി പറഞ്ഞു, നിങ്ങൾ എക്സ് ഉപേക്ഷിച്ചിട്ട് ഇൻസ്റ്റയിൽ സജീവമാവും, ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം തന്നെ അതിന് തുടക്കം ഇടുകയും ചെയ്യും നിരവധി വീഡിയോകളിലൂടെ. അത്തരം ഒരു ഓഡിയൻസിനെ പിക്ക് ചെയ്യാൻ, അല്ലെ പണ്ടത്തെ പോലെ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ വരുന്ന ഒരു ഓഡിയൻസിൻ്റെ ഒരു സ്വഭാവമൊക്കെ മാറിയിട്ടില്ല ഇന്ത്യയിൽ. എനിക്ക് സികേഷ്, അതിനകത്തൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള ആൾക്കാർ ഉണ്ടല്ലോ, എല്ലാ സ്ഥാപനത്തിലും ഉണ്ട്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ട്രാക്ഷന് സാധ്യതയുള്ള കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ BJP IT സെല്ലിലെ IT-യുടെ ചുമതലയുള്ള അല്ലെങ്കിൽ കണ്ടന്റിൻ്റെ ചുമതലയുള്ള ആളുടെ ഉത്തരവാദിത്വം കണ്ടന്റ് ഉണ്ടാക്കുക മാത്രമല്ല, ആ കണ്ടന്റ് നമുക്കനുസൃതമായി ചലിപ്പിക്കുക, അതിന് ആ പ്ലാറ്റ്ഫോമുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക. നമുക്കതിനുള്ള അധികാരമുണ്ടോ? ഇല്ല, പവറും ഇല്ല. ബട്ട് മറ്റേത് കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടിയാണ്. BJP IT സെൽ അവർ വിചാരിച്ചാൽ പ്ലാറ്റ്ഫോമുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ കാണേണ്ടത്. ഞങ്ങൾ ആഗ്രഹിക്കാത്ത പുരോഗമന കണ്ടന്റുകൾ, ഭരണഘടനാ മൂല്യമുള്ള കണ്ടന്റുകൾ, സൗഹാർദ്ദത്തിൻ്റെ, ഹാർമണിയുടെ, ബഹുസ്വരതയുടെ കണ്ടന്റുകൾ കാണാൻ പാടില്ല. മറിച്ച് ആ പ്ലാറ്റ്ഫോം ഞങ്ങളുടെ ഒരു സാഫ്രൺ പ്ലാറ്റ്ഫോമായി നിൽക്കണം. അതിനും ശ്രദ്ധ വേണം. ഇത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നമ്മുടെ പ്ലാറ്റ്ഫോമാക്കി അതിനെ മാറ്റിയെടുക്കണം. മനസ്സിലായോ? മറ്റുള്ളവർക്ക് പറ്റിയ കണ്ടന്റ് ഉണ്ടാക്കൽ മാത്രമല്ല, മറ്റുള്ളവർക്കുള്ള പറ്റുള്ള കണ്ടന്റ് ഉണ്ടാക്കൽ ഇവരെ കൊണ്ട് ഈസിയല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, പുതിയ തലമുറയ്ക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് പ്രൊവൈഡ് ചെയ്യാനും BJPക്ക് പറ്റുകയില്ല. പറ്റാത്തതിൻ്റെ കാര്യം BJP നിൽക്കുന്ന ഐഡിയോളജി തന്നെ വേറെയാണ്. അത് പുതിയ തലമുറയുടെ ആശയാഭിലാഷങ്ങളെ കേൾക്കാൻ അതിന് കഴിയുകയില്ല. കേട്ടാൽ തന്നെ അതിന് പ്രതിവചിക്കാൻ പറ്റില്ല. കാരണം എന്താണ്?
അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സർക്കാർ തന്നെ നന്നായി എല്ലാവർക്കും ഇടമുള്ള, എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന, ഹിന്ദുവും മുസ്ലിമും പേരിൽ ഡിവൈഡ് ചെയ്യാത്ത ഒരു സുന്ദര സുരഭില ലോകം, അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. അത് എടുക്കാൻ മോദിക്ക് പറ്റുമോ? സർസംഘചാലന് പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ പിന്നെ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ പറ്റുകയില്ല. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതിൽ ശ്രദ്ധിച്ചില്ല അമിത് മാളവ്യ. നിങ്ങൾ കുറേ ഹേറ്റ് ഇങ്ങനെ വിളമ്പി, അത് ട്വിറ്ററിൽ കുറേ ഓടി, വാട്സാപ്പിലും കുറേ ഓടി, അപ്പുറത്ത് ഓടിയില്ല. അത് താൻ ശ്രദ്ധിക്കാതെ എന്നാണ്? നമ്മുടെ കണ്ടന്റ് ഓടുന്നില്ലെങ്കിൽ ആരുടെയാണോ ഓടുന്നത് അവനെ ബ്ലോക്ക് ചെയ്യണ്ടേ? ഓടുന്ന മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള ആൾക്കാരുള്ളവന്മാരെ വെട്ടി 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 അരിയുന്ന പണി എന്തേ അമിത് മാളവ്യ നിങ്ങൾ എടുത്തില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം എത്രയാണ് വെട്ടുന്നത്? അത് കണ്ടില്ലേ? ഒരു ദിവസം, ഒരു സെക്കൻഡിൽ 68 സെക്കൻഡിൽ ഒരു ഐറ്റം വെച്ചാണ് കഴിഞ്ഞ 2 മാസം വെട്ടിയത്. ഒരു ദിവസം 2000-ലധികം സംഗതികൾ വെട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് ഇന്ത്യയിലെ ഗവൺമെൻറ് നിർദ്ദേശം സഹിക്കാൻ വയ്യാതെ മെറ്റ ഒരു പരിപാടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് ഇവരുടെ ഈ സഹയോഗ ആപ്പുമായിട്ട് ഓട്ടോമേറ്റഡ് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. വരുന്നു, അതുവഴി കയറി ഇറങ്ങുന്നു, സംഗതി പോകുന്നു. ഈ വരുന്ന പരാതി ഏത് ലീഗൽ അതോറിറ്റിയുടെ ഭാഗത്താണ് വരുന്നത് പോലും മെറ്റയ്ക്ക് പരിശോധിക്കാൻ പറ്റുന്നില്ല. വരുന്ന പരാതി സീരിയസ് ആണോ, ഇന്ത്യയിലെ നിയമവുമായിട്ടും നമ്മുടെ നിയമവുമായിട്ടും ചേരാത്തത് കൊണ്ട് അത്രയും പ്രശ്നഭരിതമായിട്ടുള്ള റിക്വയർമെൻറ്റോ റിക്വസ്റ്റ് ആണോ എന്നൊന്നും പരിശോധനയില്ല. വരുന്നു, കയറുന്നു, ടേക്ക് ഡൗൺ ആവുന്നു. സീരിയസ്ലി മെറ്റയ്ക്ക് ഒരു പരിശോധനാ സംവിധാനം, ഒരു ഇവാലുവേഷൻ, ഒരു പരിപാടി അതിനകത്തില്ല. കാരണം അത് പറ്റില്ല. അത്രയും ഫ്രീക്വൻ്റായി ഇത് അടുപ്പിച്ചത് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആ പണി ഇൻസ്റ്റഗ്രാമിൽ ചെയ്തില്ല എന്നുള്ളതാണ് അമിത് മാളവ്യ ചെയ്ത കുറ്റം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാറി. പുതിയ ആൾ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് കണ്ടൻറ്റിലായിരിക്കും, മാത്രമായിരിക്കില്ല. കണ്ടൻറ്റ് ഓഫ് കോഴ്സ് അവരുണ്ടാക്കാൻ ശ്രമിക്കും. മോദിയെ കൊണ്ടുവന്ന് അവർ ചിലപ്പോൾ കുട്ടികളെ അഭിസംബോധിപ്പിക്കുന്ന വാക്കുകളും വാചകങ്ങളും പറയാൻ ശ്രമിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJPയുടെ പ്രധാന പേജിൽ വരുന്നത് മൊത്തം ജൻസി ഭാഷയിലുള്ള സംഗതികളാണ്. എന്നിട്ട് മോദിയെ തന്നെ, മോദി നിങ്ങളുടെ ഫ്രണ്ടായ മോദി എന്തൊക്കെ ഇന്ത്യക്ക് ചെയ്തു എന്ന് കാണ്, പിന്നെ ഈ പറയുന്ന ജൻസി ടേംസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഗതികളാണ് മൊത്തം പുഷ് ചെയ്യുന്നത്. പക്ഷേ കാര്യമില്ല, കാരണം അവർ വേറെ സ്ഥലത്താണ്. സോ ഇനി അവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇയാളൊരു ഡേറ്റാ വിദഗ്ധൻ കൂടിയാണ്. വരാൻ പോകുന്ന കക്ഷിയുടെ പ്രധാനപ്പെട്ട പണി ഇപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ മാക്സിമം വേർഷൻ കാണാൻ പോവാണ്. ഇൻസ്റ്റഗ്രാമിൽ നാം ഇനി എന്ത് കാണണമെന്ന് BJPയുടെ ഭരണകൂടം തീരുമാനിക്കും. മറ്റേ ഇൻസ്റ്റഗ്രാം ഒരു സമാധാനമുള്ള സ്ഥലമായിരുന്നു, പോസിറ്റീവ് കണ്ടുള്ള സ്ഥലമായിരുന്നു, എല്ലാവർക്കും അഭിപ്രായം പറയാൻ കഴിയുന്ന, പൊളിറ്റിക്സ് ഒക്കെ പറയാൻ പറ്റുന്ന സ്ഥലമായിരുന്നു. അത് മാറാൻ പോവാണ്. ഇനി അവിടെ മറ്റേത് മാത്രമേ ഉണ്ടാവൂ. അതായത് നമ്മൾ എക്സിലൊക്കെ പോയാൽ കാണുന്ന, ഒരു ഏരിയയിൽ കാണുന്ന വംശീയതയുണ്ടല്ലോ, വാട്സാപ്പിൽ നമ്മൾ പോയാൽ കാണുന്ന നുണകളുണ്ടല്ലോ, ഫേസ്ബുക്കിൽ നമ്മൾ പോയാൽ കണ്ടുള്ള കുശുമ്പും കുന്നായ്മയും അധിക്ഷേപവും സ്ത്രീവിരുദ്ധതയും ജാതീയതയുണ്ടല്ലോ, ഇതിൻ്റെ ഒരു സ്ഥലമായിട്ട് ഇൻസ്റ്റഗ്രാം മാറാൻ പോവുകയാണ്. ഇത്രയും കാലം ശ്രദ്ധിച്ചില്ല. അവിടെ നമ്മൾ നോക്കണ്ട, അവിടെ പിള്ളേർ തമാശ കളിച്ച്, നേരത്തെ അജിംസ് പറഞ്ഞ പോലെ പിള്ളേരങ്ങനെ തമാശ കളിച്ച് ജീവിതം ആഘോഷിച്ച് പൊക്കോളും എന്നാണ് അവർ. ഈ വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് എന്ന് പറയുന്ന തലമുറയാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് കണ്ടന്റ് അല്ല മാറാൻ പോകുന്നത്, പ്ലാറ്റ്ഫോം മാറാൻ പോവുകയാണ്. മെറ്റ അതിന് സമ്പൂർണ്ണമായും വഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 68 സെക്കൻഡിൽ ഒരു റിക്വസ്റ്റ് എന്നുള്ളത് ഇനി കൂടും. 30 സെക്കൻഡിൽ ഒരു റിക്വസ്റ്റ് നിലയ്ക്ക് വരാൻ പോവാണ്. ഡെയിലി എത്ര കണ്ടന്റ് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും കളയും, അതിന് ഒരു നോട്ടം ഉണ്ടാവില്ല. അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അതാണെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. യെസ്, അമിത് മാളവ്യ പോയി ദീപക് വന്നാലും BJP IT സെല്ലിൽ നിന്ന് വിദ്വേഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടതാണ്, വിശ്വസിക്കേണ്ടതാണ്.